നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗണ്ട് വേവ്സിനെ പറ്റിയിട്ടാണ്. സൗണ്ട് വേവ്സിന്റെ ക്യാരക്ടേഴ്സ് പഠിച്ചു, അതേപോലെ അത് കാരണം ഉണ്ടാവുന്ന സൗണ്ട് വേവ്സ് കാരണം ഉണ്ടാവുന്ന കുറച്ച് ഫിനോമിനൻസ് നമ്മൾ പഠിച്ചു അല്ലെ. റിഫ്ലക്ഷൻ പഠിച്ചു, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പഠിച്ചു, റിവേർബറേഷൻ പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു പക്ഷെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കുക. റിവേർബറേഷൻ നിങ്ങൾ അത്രയും കേൾക്കാൻ സാധ്യതയില്ല, ബട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ്, ഇപ്പോ നിങ്ങളിപ്പോ വാഗമൺ പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ എക്കോ സ്പോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടാവും അല്ലെ. അവിടെ നിന്ന് നമ്മൾ ഉറക്കെ എന്തെങ്കിലും ഹലോ എന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദം തന്നെ നമുക്ക് പിന്നെ തിരിച്ച് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും അല്ലെ. സോ എക്കോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞ സാധനം തന്നെ കുറെ നേരം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കേൾക്കാൻ പറ്റി അല്ലെ. അപ്പൊ എക്കോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എക്കോ ഇസ് ദ ഫിനോമിനൻ ഓഫ് ഹിയറിംഗ് എ സൗണ്ട് ബൈ റിഫ്ലക്ഷൻ ഫ്രം എ സർഫസ് ഓഫ് ഒബ്സ്റ്റക്കിൾ ആഫ്റ്റർ ഹിയറിംഗ് ദ ഒറിജിനൽ സൗണ്ട്. നമ്മളൊരു ഒറിജിനൽ സൗണ്ട് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സൗണ്ട് തന്നെ നമുക്ക് തിരിച്ചേക്കാൻ പറ്റി. അതിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയാം. ഇനി കോമൺലി നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ വാഗമൺ ആയാലും മൂന്നാറിലായാലും എക്കോ പോയിന്റ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒറിജിനൽ സൗണ്ടും തിരിച്ച് കേൾക്കുന്ന സൗണ്ടും തമ്മിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഡിലേ ഉണ്ട്. ആ ഡിലേ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്കോ കേൾക്കാൻ പറ്റുക. ദാറ്റ് ഈസ്, there should be sufficient time gap between the original and reflected sound. Due to the persistence of hearing, the reflected sound must reach a ear after 0.1 second to produce an echo. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ക്ലാസ് തൊട്ട് മുന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്കാണ് റിവേർബറേഷൻ അല്ലെ. ഇവിടെ നിങ്ങൾ പഠിക്കുന്നു എക്കോ. റിവേർബറേഷനും എക്കോവും തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? റിവേർബറേഷൻ പഠിച്ചപ്പോഴാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് നമ്മൾ പഠിച്ചത്. അതായത് ഒരു ശബ്ദം കേട്ടതിന് ശേഷം അതിന്റെ ഒറിജിനൽ സോഴ്സ് പുറപ്പെടുവിച്ചതിന് ശേഷം 0.1 സെക്കൻഡ്സ് ആണ് നമ്മളുടെ കാതുകളിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് പെർസിസ്റ്റിംഗ് ദേർ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടുത്ത ശബ്ദം കൂടെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കും? നമ്മൾ ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് കേൾക്കും. നമ്മൾ എന്താണോ കേട്ടത് നമുക്ക് ക്ലിയറും ആയിരിക്കില്ല. ഇറ്റ് വിൽ ഫീൽ ലൈക്ക് എ ബൂമിങ്. അതിനെയാണ് റിവേർബറേഷൻ എന്ന് പറയാ. എക്കോ ഇസ് ടോട്ടലി ഡിഫറെന്റ്. എക്കോ എന്താ? നമ്മൾ ഒരു ഒറിജിനൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, ആ പ്രൊഡ്യൂസ് ചെയ്ത ശബ്ദത്തിന്റെ റിഫ്ലക്ഷൻ 0.1 സെക്കൻഡിന് ശേഷമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ടിട്ടാണ് ഒറിജിനൽ സൗണ്ടും റിഫ്ലക്റ്റഡ് സൗണ്ടും രണ്ടും രണ്ടായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. റിവേർബറേഷൻ ആയിരുന്നെങ്കിലോ നമുക്ക് ആ സെപ്പറേഷൻ ഫീൽ ചെയ്യില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, സോ എക്കോ എന്ന് പറയുമ്പോഴത്തേക്കും എക്കോ ആകണം അതെന്നുണ്ടെങ്കിൽ ഒറിജിനൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് 0.1 സെക്കൻഡിന് ശേഷമായിരിക്കണം, അല്ലെങ്കിൽ അതിന് 0.1 സെക്കൻഡിനേക്കാളും മുകളിലാവാം, അതിന് ശേഷമായിരിക്കണം റിഫ്ലക്ട് ചെയ്ത് വരുന്ന സൗണ്ട് നമ്മളിലേക്ക് എത്താൻ. അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് ആൻ എക്കോ. Okay, so there should be a sufficient time gap between the original sound and the reflected sound. ഇതും ഡിസ്റ്റൻസും തമ്മിൽ ബന്ധമുണ്ടല്ലോ. ഇത്ര സമയം കഴിഞ്ഞേ നമ്മൾക്ക് തിരിച്ചെത്താൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ, ആ സൗണ്ട് വേവ് തിരിച്ചെത്താൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ സോഴ്സും, ഏത് സോഴ്സ് ആണോ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റിഫ്ലക്റ്റിംഗ് സർഫസ് ഏതാണ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾ ആയിരിക്കുമല്ലോ ഇതിനെ റിഫ്ലക്ട് ചെയ്യുക. സോ അതും തമ്മിലുള്ള അകലവും ഫിക്സഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് there should be sufficient distance between the source of the sound and the obstacle. സോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എക്കോ എന്ത് ചെയ്യുന്നുള്ളൂ, എക്കോ ഫോർമേഷൻ നടക്കുന്നുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എക്കോ ഫോർമേഷൻ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റത്തെ ടൈം ഡിലേ, രണ്ട് സഫിഷ്യന്റ് ഡിസ്റ്റൻസ് അല്ലെ. ഇനി മൂന്നാമത്തെ, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് മസ്റ്റ് ബി റിജിഡ് ലൈക്ക് എ ബിൽഡിംഗ്, മൗണ്ടെയിൻ ഓർ എ ഹിൽ, അല്ലെങ്കിൽ ഒരു ക്ലിഫ്. ഇങ്ങനെ ഓപ്പോസിറ്റ് നമ്മൾ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓപ്പോസിറ്റ് ഉള്ളത് ഒന്നല്ലെങ്കിൽ ഒരു വലിയ പാറ അല്ലെങ്കിൽ വലിയ മല, ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. വലിയ ഉയരം കൂടിയ മരങ്ങളോട് കൂടിയത്, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹ്യൂജ് ബിൽഡിംഗ് ഒക്കെ ആയിരിക്കും. സോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് അപ്രീഷ്യബിൾ ടു ഹാവ് ലാർജ് ഒബ്സ്റ്റക്കിൾ ടു ഗെറ്റ് ആൻ എക്കോ. എത്രത്തോളം വലുതാണോ ഒബ്സ്റ്റക്കിൾ അത്രത്തോളം നല്ലതായിരിക്കും എക്കോ എന്ന് പറയുന്നത്. സോ എക്കോ എന്താണെന്ന് മനസ്സിലായി, ഏതൊക്കെ കണ്ടീഷനിലാണ് എക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. സോ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഇതായ സമയം തൊട്ടിട്ട്, അതായത് നമ്മൾ ഏത് പോയിന്റിലാണോ ഇത് തുടങ്ങിയത്, മീൻസ് ഏത് സോഴ്സ് ആണോ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്, ആ സോഴ്സ് ഒരു ഒബ്സ്റ്റക്കിളിനെ തട്ടി ഒബ്സ്റ്റക്കിളിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും ആണ് നമ്മൾ അതിനെ എക്കോ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. സോ ഈ ഇതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ദാറ്റ് ഈസ്, എ പേഴ്സൺ ഹു ബേഴ്സ്റ്റ് എ ക്രാക്കർ ഹിയേഴ്സ് ഇറ്റ്സ് എക്കോ ആഫ്റ്റർ 1 സെക്കൻഡ്. ഒരു ആള് പടക്കം പൊടിച്ചു, അതിന്റെ എക്കോ ഇത് കേട്ടത്, ആ വ്യക്തി കേട്ടത് 1 സെക്കൻഡിന് ശേഷമാണ് അല്ലെ. സോ വാട്ട് ഇസ് ദ ടൈം ടേക്കൺ? ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ്
ടൈം ഇസ് ഈക്വൽ ടു ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്, 1 സെക്കൻഡ് ഡിലേ. അപ്പൊ അത് 0.1 സെക്കൻഡ്സിനെക്കാളും കൂടുതലായല്ലോ. സോ അത് എന്തായി, എക്കോ ആയി. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്ടിംഗ് സർഫസ് ഇഫ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ എയർ ഇസ് ഗിവൻ ആസ് 340 മീറ്റർ പെർ സെക്കൻഡ്. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് സൗണ്ടിന്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ റിഫ്ലക്ടിംഗ് സർഫസ് തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെയാണ് സോഴ്സ് എന്ന് വിചാരിക്കും, ഇതാണ് ഒബ്സ്റ്റക്കിൾ. ഓക്കെ, സോ ഇവിടം തൊട്ട് ഇവിടം വരെ ഈ പറഞ്ഞ സൗണ്ട് വേവ് എത്താനുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡി ആയിട്ട് എടുക്കാം. തിരിച്ചു വരാനുള്ള ഡിസ്റ്റൻസ് അപ്പൊ എത്രയായി, പിന്നെയും ഒരു ഡി ആയി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാ, 2D അല്ലെ. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും, 2D. സോ ഈ 2D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. സോ ഡെഫിനറ്റ്ലി വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ സ്പീഡ്, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാ ഇവിടെ, 2D അല്ലേ, 2D ബൈ ടൈം. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് എന്തായി മാറും, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം vt by 2. Okay, what is the velocity, 340 meter per second. Time എത്രയാ, 1 divided by 2. You will get 170 meter. അതായിരിക്കും എന്ത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ റിഫ്ലക്റ്റിംഗ് സർഫസും സോഴ്സും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 170 മീറ്റർ ആയിരിക്കും. സോ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എത്ര സെക്കൻഡ്സ് കഴിഞ്ഞ് കേൾക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായാലും സ്പീഡ് ആയാലും ഡിസ്റ്റൻസ് ആയാലും ടൈം ആയാലും ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തോളജി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. നൗ ഇപ്പോ കുറെ അധികം ഫിനോമിനൻസ് പഠിച്ചു നമ്മൾ. അതിനകത്ത് കുറെയൊക്കെ കാര്യങ്ങൾ അൺഡിസൈറബിൾ ആണ് അല്ലെ. എക്കോ ഒരു റൂമിൽ കയറി നമ്മൾ പറയുന്നതല്ലേ നമ്മൾ തിരിച്ച് എക്കോ ആയിട്ട് കേട്ടോണ്ടിരുന്നാൽ നമുക്ക് അവിടെ ഓഡിബിലിറ്റി ഇല്ല. സോ നമ്മുടെ വീടുകളിലായാലും എക്കോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേർണിച്ചേഴ്സ് യൂസ് ചെയ്യും. എന്താ, ഫേർണിച്ചേഴ്സ് ഒക്കെ അബ്സോർവ് ചെയ്യും. ഇപ്പൊ ഒരു പുതിയൊരു വീട് കൺസ്ട്രക്ട് ചെയ്ത പടിയാണ്, അതിനകത്ത് വിൻഡോസ് എല്ലാം ക്ലോസ്ഡ് ആണ്, ഒരു അടച്ച മുറിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എക്കോ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരിക്കും. അതേസമയം വെൽ എക്യുപ്ഡ് ആണ്, കുറേയധികം ഫേർണിച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, കർട്ടൈൻസ് ഇട്ടിട്ടുണ്ട്, വിൻഡോസ് ഓപ്പൺ ആണ് എന്നുള്ളതൊക്കെ സാഹചര്യത്തിൽ അവിടെ എക്കോ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. സോ ഇങ്ങനെ സൗണ്ട് അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, കർട്ടൻസ് യൂസ് ചെയ്യുക, പ്രോപ്പർ വെന്റിലേഷൻസ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് എന്ത് കുറയുന്നത്, എക്കോ കുറയുന്നത്. റിവേർബറേഷൻ അൺഡിസൈറബിൾ ആണ് അല്ലെ. നമുക്കറിയാം റിപ്പീറ്റഡ് സൗണ്ട്സ് ആണ് നമ്മൾ കേൾക്കുന്നത്, നമുക്കത് കേൾക്കുമ്പോൾ ഒരു ബൂം പോലെ തോന്നും, അല്ലാതെ എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവില്ല. സോ ഇതെല്ലാം സൗണ്ടിന്റെ അൺഡിസൈറബിൾ എഫക്ട്സ് ആണ്, റൈറ്റ്. ചില കേസസിൽ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ഒക്കെ അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഒരു ബിൽഡിംഗ് പണിയുമ്പോഴത്തേക്കും കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്കോ വരാതിരിക്കാനൊക്കെ കുറെ അധികം, അല്ലെങ്കിൽ റിവേർബറേഷൻ കുറയ്ക്കാൻ, ഇതിങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ അക്വസ്റ്റിക്സ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയാം. സോ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഫോർ ക്ലിയർ ഓഡിബിലിറ്റി. നമുക്കൊരു റൂമിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിൽ ഇരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്സ് എന്ന് പറയാം. നമ്മൾ എന്തൊക്കെ ചെയ്യുക, പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ഫ്ലോർ റഫ് ആയിട്ട് വെക്കുക എന്നുള്ളത്. സ്മൂത്ത് സർഫസിലാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻ സംഭവിക്കുക. സോ ഫ്ലോർ നമ്മൾ എന്ത് ചെയ്യും, റഫ് ആയിട്ട് വെക്കും. ബൈ യൂസിങ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ഓൺ ദി വാൾസ് ഓഫ് ദ, ഇപ്പൊ തിയേറ്ററിന്റെ കേസൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ എന്ത് ചെയ്യാം, നമ്മൾ സൗണ്ട് അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സീറ്റ് സൗണ്ട് അബ്സോർബന്റ് വെക്കുക, വാൾസിൽ സൗണ്ട് അബ്സോർബന്റ് മെറ്റീരിയൽസ് വെക്കുക. സോ ഇതെല്ലാം എന്ത് ചെയ്യും, സോഴ്സ് ഏത് സോഴ്സിൽ നിന്നാണോ സൗണ്ട് വരുന്നത് അതിനത് അബ്സോർബ് ചെയ്യും. സോ അവിടെ റിഫ്ലക്ഷൻ ഉള്ള സാധ്യത കുറഞ്ഞു. ബൈ പ്രൊവൈഡിങ് ഹെവി കർട്ടൻസ് വിത്ത് ഫോൾസ്, കുറേയധികം ഫോൾസ് ഉള്ള കർട്ടൻസ് വെക്കുക. തിയേറ്റർ ആണെങ്കിൽ ജനൽ വെക്കാൻ പറ്റില്ലല്ലോ. സോ വാട്ട് വി ക്യാൻ യൂസ്, നമുക്ക് കർട്ടൻസ് യൂസ് ചെയ്യാം, വലിയ ഫോൾസ് ഉള്ള കർട്ടൻസ് യൂസ് ചെയ്യാം. നമ്മളുടെ വീടുകളിലാണെങ്കിൽ വിൻഡോസ് ഓപ്പൺ ആയിട്ട് ഇടുക. സോ ദാറ്റ് എക്കോ ഇസ് നോട്ട് ദെയർ, റിവേർബറേഷൻ ഇസ് നോട്ട് ദെയർ. ബൈ യൂസിങ് എ ഗുഡ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ ഫോർ ദ സീറ്റ്സ്. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ എക്കോയിനായാലും റിവേർബറേഷൻസ് ഒക്കെ ആയാലും നമ്മൾ കുറയ്ക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഓഡിറ്റോറിയം എടുത്താലും സിനിമ തിയേറ്റർ ഒക്കെ എടുത്താലും ഇവിടെയൊക്കെ ഈ എക്കോ എന്ന് പറയുന്നത് ഭയങ്കര അധികം അൺഡിസൈറബിൾ ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബിൽഡിങ്ങിന്റെ അക്വസ്റ്റിക്സ് നമ്മൾ പ്രോപ്പർലി കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർലി ഇത് ഓഡിബിൾ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ്, പല ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ഉണ്ട്. ചില ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ചില ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ചെവി പൊട്ടിപ്പോവാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. സോ ഒരു 20 ഹേർട്സ് തൊട്ടിട്ട് 20 കിലോ ഹെർട്സ്, അതായത് 20 ഹേർട്സ് തൊട്ട് 20 കിലോ ഹേർട്സ് വരെ ഹ്യൂമൻ ഇയറിന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ശബ്ദങ്ങളോ അതിൽ കുറവ് ശബ്ദങ്ങളോ നമുക്ക് കേൾക്കാൻ പറ്റില്ല. സോ അതിന് മുകളിലുള്ള 20 കിലോ ഹെർട്സിന് മുകളിലുള്ള
ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഫ്രീക്വൻസി എന്താന്ന് ഈ ചാപ്റ്ററിന് തുടക്കം തൊട്ട് പഠിച്ചതാണല്ലേ. നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഈ കേസിൽ 20 കിലോ ഹെർട്സിന് മുകളിലാണ് അതിന്റെ ഫ്രീക്വൻസി എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് വിളിക്കും. സൗണ്ട് വിത്ത് എ ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20,000 ഹെർട്സ് വിച്ച് ഇസ് ഈക്വലന്റ് ടു 20 കിലോ ഹെർട്സ് ദാറ്റ് ഈസ് എബവ് ദ ഹയർ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ഇസ് കോൾഡ് അൾട്രാസോണിക് സൗണ്ട്. നമുക്കത് ഹ്യൂമൻ ഇയറിന് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ചില മൃഗങ്ങൾക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. സോ ഈ പറഞ്ഞ അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യുന്ന പല ഇൻസ്റ്റൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന പോലെ വളരെയധികം സ്പൈറൽ ആയിട്ടൊരു ട്യൂബാണ്. ഇതിന്റെ ഇടയിലൊക്കെ ഗ്രീസോ അങ്ങനെ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഒക്കെ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ വളരെയധികം ഡിഫിക്കൽട്ടാണ്. സോ അങ്ങനെയുള്ള കേസസിൽ, അതേമാതിരി ഇലക്ട്രോണിക് കോമ്പണൻസ് എന്തെങ്കിലും ആണ്, ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോഴത്തേക്കും ക്ലീനിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ നമ്മൾ ഇതിന് എന്താ ചെയ്യുക, ഒരു സൊല്യൂഷനിൽ, ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഇതിനെ ഡിപ്പ് ചെയ്യും. ആ ക്ലീനിങ് സൊല്യൂഷനിൽ കൂടെ നമ്മൾ അൾട്രാസോണിക് വേവ്സിനെ കടത്തിവിടും. അൾട്രാസോണിക് വേവ്സിന്റെ ഗുണം എന്താ, അതിന്റെ ഫ്രീക്വൻസി വളരെയധികം കൂടുതലാണ്. സോ നമ്പർ ഓഫ് വൈബ്രേഷൻസ് കൂടുതലായിരിക്കും അല്ലെ. സോ ഡ്യൂ ടു ദ ഹൈ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, അൾട്രാസോണിക് വേവ്സ്, ഡസ്റ്റ് ആൻഡ് ഗ്രീസ് ലൈക്ക് സബ്സ്റ്റൻസസ് ആർ റിമൂവ്ഡ്. ഇതിന്റെ ഇടയിലുള്ള ഗ്രീസും ഡസ്റ്റും എല്ലാം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് അൾട്രാസോണിക് വേവ്സിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു മെറ്റൽ ബ്ലോക്കിലോ വല്ലയിടത്തും ഒരു ക്രാക്കോ എന്തെങ്കിലും ഫ്ലോസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും ആക്ച്വലി അൾട്രാസോണിക് വേവ്സിനെ കൊണ്ട് പറ്റും. പക്ഷെ അതിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇവിടെ അൾട്രാസോണിക് വേവ്സ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അതിനെ ഓപ്പോസിറ്റ് അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. സോ ഈ അൾട്രാസോണിക് വേവ്സിനെ ഈ മെറ്റൽ ബ്ലോക്കിൽ കൂടി കടത്തി വിടുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലോസോ ക്രാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിപ്പോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ എന്ത് സംഭവിക്കും, ഈ റേ അല്ലെങ്കിൽ ഈ വേവ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് എങ്ങോട്ട് തന്നെ വരും, തിരിച്ച് ആ ഒറിജിനൽ സോഴ്സിന്റെ അടുത്തേക്ക് തന്നെ വരും. സോ ഈ വേവ് എന്ത് ചെയ്യില്ല, ഡിറ്റക്ടറിലേക്ക് എത്തില്ല. സോ ഡിറ്റക്ടറിലേക്ക് എത്താതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ക്രാക്കോ ഫ്ലോയോ എന്തോ ഉണ്ട്. Okay, so ultrasonic waves will reflect back if there is any crack or flow so that they don't reach the detector. So detectoril എത്താതാകുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഒരു ക്രാക്ക് ഉണ്ട് എന്നുള്ളത്. Now next ഒരു പരിധി വരെ ഇനിയുള്ളതെല്ലാം അൾട്രാസോണിക് വേവ്സിന്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ദാറ്റ് ഈസ് taking the images of heart with the help of ultrasonic waves are known as echocardiography. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാർഡിയാക് അസുഖങ്ങളാണെങ്കിൽ അവർ ഏറ്റവും അധികം പറയാം എക്കോകാർഡിയോഗ്രാഫി ആയിരിക്കും അല്ലെ. അതെന്ത് ചെയ്യും, നമ്മളുടെ ഹാർട്ടിന്റെ ഇമേജസ് വെച്ചിട്ട് ഡയഗ്നൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. Now, next very common, നമ്മളുടെ ഇന്റർണൽ ഓർഗൻസ് ആയിട്ടുള്ള ഏത് ഇന്റർണൽ ഓർഗൻസ് ആയിക്കോട്ടെ, ഇപ്പൊ ലിവർ ആയാലും കിഡ്നീസ് ആയാലും, ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളിലുള്ള കുഞ്ഞിന്റെ സ്കാനിങ് ആയാലും, ഇതെല്ലാം ചെയ്യുന്നത് അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞിട്ടാണ്. സോ ഇത് നമ്മളുടെ ഇന്റർണൽ ഓർഗൻസിന്റെ ഇമേജിങ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതെങ്ങനെയാ സംഭവിക്കുക, അതായത് എങ്ങനെയാ വർക്ക് ചെയ്യുക, അൾട്രാസോണിക് വേവ്സ് ട്രാവൽ ത്രൂ ദ ടിഷ്യൂസ് ഓഫ് ദ ബോഡി ആൻഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ റീജിയൻ വേർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ടിഷ്യൂ ഡെൻസിറ്റി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ മെറ്റലിന്റെ കേസിൽ, മെറ്റൽ ബ്ലോക്കിന്റെ കേസിൽ റിഫ്ലക്ട് ചെയ്യുന്ന പോലെ ആ ടിഷ്യൂവിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഡെൻസിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ അൾട്രാസോണിക് വേവ്സ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. സോ ദീസ് വേവ്സ് ആർ ദെൻ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഇതിനൊരു ഇലക്ട്രിക്കൽ ഫോർമാറ്റിലേക്ക് ആക്കി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഓർഗൻസിന്റെ ഇമേജസ് നമുക്ക് കിട്ടും. സോ എന്തെങ്കിലും പണ്ടത്തെ ഒരു ടെക്നോളജി വെച്ച് ഇങ്ങനെ സ്കാൻ ചെയ്യാനോ ഒന്നും നമുക്ക് മാർഗമില്ല. സോ ഇന്റർണൽ ഓർഗൻസിന്റെ സ്ട്രക്ചർ എന്താണോ, എന്താണ് കൃത്യമായിട്ടുള്ള പ്രശ്നമൊക്കെ എന്നൊക്കെ ഡയഗ്നൈസ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇപ്പോൾ അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇന്റർണൽ ഓർഗൻസിന് പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, കിഡ്നി സ്റ്റോൺ. ഇപ്പോ കിഡ്നി സ്റ്റോൺ ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലെ. കിഡ്നിയിൽ ചെറിയ രീതിയിലുള്ള ഡെപ്പോസിറ്റ്സ് വരുന്നതാണ്. സോ മെയിൻലി വരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ടിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. സോ ഈ കിഡ്നി സ്റ്റോൺസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ അൾട്രാസോണിക് വേവ്സിന്റെ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് ഈ വേവ്സ് ഉപയോഗിച്ച് ഈ പറഞ്ഞ സ്റ്റോൺസിനെ നമുക്ക് ക്രഷ് ചെയ്ത് തീരെ പൊടിപ്പൊടിയാക്കിയിട്ട് കളയാൻ പറ്റും. എന്നിട്ട് പിന്നെ നമുക്ക് അത് എലിമിനേറ്റ് കളയാൻ ബുദ്ധിമുട്ടില്ല. സോ ഈ പറഞ്ഞ കിഡ്നി സ്റ്റോൺസിന്റെ ട്രീറ്റ്മെന്റിനും അൾട്രാസോണിക്
അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അൾട്രാസോണിക് വേവ്സ് can crush the small stones formed in the kidney into fine grains, then it can be eliminated easily. So ഇത്രയുമാണ് അൾട്രാസോണിക് വേവ്സിന്റെ യൂസസ്. നമ്മൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു? ക്ലീനിങ് പർപ്പസിന് പറഞ്ഞു, ഒരു മെറ്റൽ ബ്ലോക്കിൽ ക്രാക്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഇപ്പൊ പറഞ്ഞത് എക്കോ കാർഡിയോഗ്രഫി, അൾട്രാസോണോഗ്രഫി, ഇപ്പോൾ കിഡ്നി സ്റ്റോൺ, ഈ പറഞ്ഞ എല്ലാ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് സോണാർ. ഓക്കെ, സോണാർ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് ഒരു ഡിവൈസ് ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്? ഇറ്റ് ഇസ് ആക്ച്വലി യൂസ് ടു മെഷർ ദ ഡിസ്റ്റൻസ്, ഡിറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ഒബ്ജെക്ട്സ് അണ്ടർ വാട്ടർ. ഇപ്പൊ കപ്പലിലൊക്കെയാണ് മെയിൻലി ഇത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കപ്പലിലാണ് യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഡിസ്റ്റൻസ് എത്രയുണ്ട്, എത്ര ആഴം ഉണ്ടെന്ന് അറിയാൻ, അതേപോലെ ഒബ്ജെക്ട്സിന്റെ സ്പീഡൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സോണാർ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഷിപ്പിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സോണാറിൽ ഒരു ട്രാൻസ്മിറ്ററും ഉണ്ടാവും, ഒരു ഡിറ്റക്ടറും ഉണ്ടാവും. ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുക? അൾട്രാസോണിക് വേവ്സിനെ പ്രൊഡ്യൂസ് ആണ് ചെയ്യുക. Okay, so ultrasonic waves are sent out from a sonar using a transmitter which is installed in a ship. They get reflected back after striking an object at the bottom of the sea and reaches the detector. So ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ സൗണ്ട് വേവ്സിനെ കടത്തി വിടുന്നു. താഴെ ഒരു ഇപ്പൊ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സിനെ തട്ടി ഇത് റിഫ്ലക്ട് ചെയ്ത് എങ്ങോട്ടേക്ക് വരും? തിരിച്ച് ഡിറ്റക്ടറിലേക്ക് വരും. ഓക്കെ, സോ ഈ പറഞ്ഞ അൾട്രാസോണിക് വേവ്സ് തിരിച്ചു വന്നതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യും. സോ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വേവ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ നോയിങ് ദ സ്പീഡ് ഓഫ് അൾട്രാസൗണ്ട് ഇൻ സീ വാട്ടർ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ദ വേവ് ടു റിട്ടേൺ. നമ്മൾ ട്രാൻസ്മിറ്റർ വഴി കടത്തി വിട്ട വേവ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് തിരിച്ചു വന്നത്, അതായത് ഡിറ്റക്ടർ തന്നെ ഡിറ്റക്ട് ചെയ്തത് എന്നുള്ള ടൈം ഡ്യൂറേഷൻ വെച്ചിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് സോണാർ വർക്ക് ചെയ്യുന്നത്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, അതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, സോ സോണാർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും റിപ്പീറ്റഡ്ലി കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. നൗ നെക്സ്റ്റ്, നമ്മളിപ്പോ കുറെ കാര്യം പറഞ്ഞു, അതായത് അൾട്രാസൗണ്ട് വേവ്സിനെ ഹ്യൂമൻ ഇയറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ നമ്മളുടെ ഓഡിബിൾ റേഞ്ച് ആയിരിക്കില്ല മറ്റ് മൃഗങ്ങൾക്കുള്ളത്. സോ അതിനൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബാറ്റ്സ്. ബാറ്റ്സിന് കണ്ണ് കാണാൻ പറ്റില്ല, ദേ ഡോണ്ട് ഹാവ് ഐസ്. പക്ഷെ അവര് കൃത്യമായിട്ട് അവരുടെ പാത്ത് കണ്ടുപിടിക്കും. അത് ഒരു തട്ടലും മുട്ടലും ഇല്ലാണ്ട് അവർക്ക് അവരുടെ വഴി കൂടെ അവർക്ക് പോകാൻ പറ്റും. അവരെങ്ങനെയാ അത് ഡിറ്റക്ട് ചെയ്യുന്നത്? കണ്ണില്ലല്ലോ, പിന്നെ എങ്ങനെ അവർ ഡിറ്റക്ട് ചെയ്യുന്നു വെച്ചാൽ ഇവർക്ക് അൾട്രാസോണിക് സൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട്. ഓക്കെ, സോ ഇപ്പൊ ഇരയെ പിടിക്കാനായാലും വഴി കൂടെ സമയങ്ങളിൽ ട്രാവൽ ചെയ്യാനൊക്കെ ആയാലും എന്ത് സംഭവിക്കും? ഇവര് അൾട്രാസോണിക് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പറഞ്ഞ സൗണ്ട്സ് ഒബ്സ്റ്റക്കിളിനെ തട്ടി തിരിച്ചു വരുമല്ലോ. സോ അതിന്റെ ടൈം ഡിലേ അല്ലെങ്കിൽ അതിലുള്ള വ്യത്യാസം, ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് എത്ര അകലത്തിലാണ് ഈ ഒബ്സ്റ്റക്കിൾ ഉള്ളത്, എത്രത്തോളം വലുതാണ് ഈ ഒബ്സ്റ്റക്കിൾ, ഇതിന്റെ നേച്ചർ എന്താണ് എന്നൊക്കെ ഇവർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ ബാറ്റ്സിന് അൾട്രാസോണിക് സൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അതാണ് അവരുടെ ഇരയെ കണ്ടുപിടിക്കാനും ആസ് വെൽ ആസ് അവരുടെ മീൻസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അവർക്ക് പോകാനും എളുപ്പമാക്കുന്നത്, ഈവൻ ദോ അവർക്ക് കണ്ണില്ലെങ്കിലും. ഓക്കെ, സോ നമ്മളുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 Hz to 20 kHz ആണ്. ബട്ട് അതായിരിക്കില്ല മറ്റ് മൃഗങ്ങൾക്ക്. ഇപ്പൊ ചില മൃഗങ്ങൾക്ക് പല എർത്ത് ക്വേക്സ് ഒക്കെ ആയാലും ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന ഫ്രീക്വൻസി ഓഫ് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉള്ളതുകൊണ്ടിട്ട്. ബട്ട് നമുക്കതില്ല. നമ്മളുടെ ഓഡിബിൾ റേഞ്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് 20 Hz 20,000 Hz ഇടയിലുള്ളത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അതിൽ കുറവും അതിൽ കൂടുതലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇനി ഏറ്റവും അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാണ് സീസ്മിക് വേവ്സ്. നമ്മൾ കുറെ അധികം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്കറിയാം അല്ലെ, എർത്ത് ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ. നമ്മളെ സംബന്ധിച്ച് എർത്ത് ക്വേക്ക് അത്ര വളരെയധികം നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമല്ല. കേരളത്തിലൊക്കെ റിമോട്ടിൽ മാത്രമാണ് എർത്ത് ക്വേക്സ് ഉണ്ടാവുക. സോ സീസ്മിക് വേവ്സ് എന്ന് പറയണത്, സീസ്മിക് വേവ്സ് ആർ ദോസ് waves of energy traveling through Earth's layers as a result of earthquakes, man-made explosion and volcanic eruption. Volcanic eruptions, earthquake, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സിനെയാണ് സീസ്മിക് വേവ്സ് എന്ന് പറയുക. ദേ ഓറിജിനേറ്റ് ഫ്രം ദ എപ്പി സെന്റർ ഓഫ് ദി എർത്ത് ക്വേക്ക്. എന്താ ഈ എപ്പി സെന്റർ എന്ന് വെച്ചാൽ? ഹൈപ്പോ സെന്റർ എന്ന് വെച്ചാൽ എർത്ത് ക്വേക്ക്
എർത്തിന്റെ സർഫസിന് അടിയിൽ എവിടെയാണോ എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത് അതിനാണ് ഹൈപ്പോസെന്റർ എന്ന് പറയാ. ഇവിടെ മാർക്ക് ചെയ്തിരിക്കണോ ഫിഗറിൽ, അതിന് നേരെ മുകളിലുള്ള എർത്ത് സർഫസിലുള്ളതിനെയാണ് എപ്പി സെന്റർ എന്ന് പറയാ. സോ എപ്പി സെന്റർ ദേ ഓറിജിനേറ്റ് ഫ്രം ദ എപ്പി സെന്റർ ഓഫ് ദ എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് എവിടെ മീൻ സീസ്മിക് വേവ്സ് എവിടെ നിന്ന് ഓറിജിനേറ്റ് ചെയ്യുക? എപ്പി സെന്ററിൽ നിന്നായിരിക്കും ഓറിജിനേറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ നമുക്ക് കുറെ അധികം സിസ്റ്റംസ് ഉണ്ട് അല്ലെ. എർത്ത് ക്വേക്ക് ഇത്ര റിച്ചർ സ്കെയിലിൽ ഇത്ര മാർക്കിംഗ് വന്നു, ഭൂമി കുലുക്കത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മുന്നറിയിപ്പ് കിട്ടും. എല്ലാ ഡിസാസ്റ്റേഴ്സും നമുക്കിപ്പോ ഒരു മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഈ മുന്നറിയിപ്പ് കിട്ടുന്നത്? എങ്ങനെ ഇത് മെഷർ ചെയ്യുന്നത്? സീസ്മിക് വേവ്സ് വെച്ചിട്ടാണ്. സോ സീസ്മോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്സ്. സോ സയന്റിസ്റ്റ് ഇതിനെ ഡീൽ ചെയ്യുന്ന സയന്റിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സീസ്മോളജിസ്റ്റ്. സോ നമുക്കിപ്പോ ഒരു എർത്ത് ക്വേക്കിന് സാധ്യത ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സീസ്മിക് വേവ്സിനെ പഠിക്കും. സീസ്മിക് വേവ്സ് വഴി റിച്ചർ സ്കെയിലിൽ നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ റിച്ചർ സ്കെയിലിന്റെ മാർക്കിംഗ് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് എർത്ത് ക്വേക്കിനുള്ള സാധ്യത പ്രിഡിക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞ സീസ്മിക് വേവ്സ് മൂന്നായിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. എർത്ത് ക്വേക്ക് കാരണം ഉണ്ടാവുന്ന സീസ്മിക് വേവ്സിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രൈമറി വേവ്സ്, രണ്ട് സെക്കൻഡറി വേവ്സ്, മൂന്ന് സർഫസ് വേവ്സ്. പ്രൈമറി വേവ്സിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത്. സെക്കൻഡറി വേവ്സിന് അതിനേക്കാളും സ്പീഡ് കുറവ്, സർഫസ് വേവ്സിന് അതിനേക്കാളും സ്പീഡ് കുറവാണ്. ഓക്കെ, സോ അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ ദ ഡിഫറൻസ് ഇൻ ദ അറൈവൽ ടൈം ഓഫ് ദി പ്രൈമറി ആൻഡ് ദ സെക്കൻഡറി വേവ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ടു ദ എപ്പിസെന്റർ. എത്ര എന്ന് വെച്ചാൽ എർത്ത് ക്വേക്ക് ഇപ്പോൾ എത്ര ഡിലേ ഉണ്ട് അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ഭൂമി കുലുക്കം സംഭവിക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രൈമറി വേവ്സ് എത്തിക്കഴിഞ്ഞിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി വേവ്സ് എത്തിയത് എന്ന് കണ്ടുപിടിച്ചാൽ മതി. Okay, so difference in the arrival time of the primary and secondary waves can be used to determine the approximate distance to the epicenter. എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, now let's move on. The amplitude of the waves obtained using seismograph determines the intensity of earthquake. Richter scale 1, 2, 3 അതൊക്കെ വീക്കാ, 4 ഒക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. അങ്ങനെ ഓരോ മാർക്കിങ്സ് വരുന്നതനുസരിച്ചാണ് പ്രിഡിക്ഷൻസ് വരാം. ആരെ ഈ പ്രിഡിക്ഷൻസ് തരുന്നത്? അത് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ. സോ ഇവൻ ദോ നമ്മളിപ്പോ പ്രൈമറി സെക്കൻഡറിയുടെ അറിവിൽ വെച്ചിട്ടൊക്കെയാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നതെങ്കിലും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന വേവ് സർഫസ് വേവ്സ് ആണ്. സർഫസ് വേവ്സ് ആർ ദ റീസൺ ഫോർ major damages caused by earthquake, though their speed is less. Even though അവരുടെ സ്പീഡ് കുറവാണ് എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നത് സർഫസ് വേവ്സ് ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ്, ഇനി നമ്മൾക്ക് എർത്ത് ക്വേക്ക് അത്ര ഗംഭീരമായിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം വിരളമാണ്, റിമോട്ട്ലി മാത്രമാണ് നമുക്ക് എർത്ത് ക്വേക്ക് അനുഭവപ്പെടുക. പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്ന വേറൊരു ഫിനോമിനൻ, അല്ലെങ്കിൽ വേറൊരു ഡിസാസ്റ്റർ ആണ് സുനാമി എന്ന് പറയുന്നത്. നമുക്ക് കുറെ അധികം കോസ്റ്റൽ റീജിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ സുനാമി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്ക് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സുനാമി ഉണ്ടായത് എപ്പോഴാണ്? 2004ലാണ് സുനാമി ഉണ്ടാവുന്നത്. സുനാമി എന്ന് വെച്ചാൽ എന്താ, വലിയ, നിങ്ങൾ ടി വിയിലൊക്കെ അന്ന് കണ്ടിട്ടുണ്ടാവും അല്ലെ, വലിയ ഹ്യൂജ് തിരമാലകൾ വരുന്നതിനെയാണ് tsunami എന്ന് പറയാ. So tsunami is a series of gigantic waves in a water body caused by the displacement of large volume of water in the deep regions near the seabed. So കടലിൽ ഉണ്ടാവുന്നതിനെയാണ്, തിര വളരെയധികം ഉയരത്തിൽ തിര വരുന്നതിനെയാണ് സുനാമി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അണ്ടർ വാട്ടറിൽ ഉണ്ടാവുന്ന എർത്ത് ക്വേക്സ് കാരണം, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണം, അല്ലെങ്കിൽ മീറ്ററോയിഡ് ഇമ്പാക്ട്സ് ഒക്കെ കാരണമാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് കാരണമാണ് ആക്ച്വലി സുനാമി ഉണ്ടാവുന്നത്. സുനാമി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ടി വെച്ച സ്റ്റാർട്ടിങ്. അപ്പൊ എന്തായാലും ഇന്ത്യൻ ഓറിജിൻ അല്ല ഇതിന്റെ പേര്, ഇത് ജാപ്പാനീസ് ഒറിജിൻ ആണ്. ജപ്പാനിലെ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത്, ജാപ്പാനീസിലെ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് സുനാമി എന്നുള്ള വാക്ക് വന്നത്. സു മീൻസ് ഹാർബർ, നാമി മീൻസ് ലോങ് വേവ്സ്. ഓക്കെ, സോ നമുക്കായാലും ഇപ്പൊ എഗെയിൻ നമ്മൾ എർത്ത് ക്വേക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ സുനാമിക്കും നമുക്ക് ആക്ച്വലി പ്രഡിക്ഷൻസ് ഉണ്ട്. അതായത് ഇത്ര ഇവിടെ സുനാമിയുടെ സാധ്യതയുണ്ട്, ഇത്ര ദിവസത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഇന്ന തീരത്ത് സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുള്ള പ്രഡിക്ഷൻസ് നമുക്ക് വരാറുണ്ട്. എങ്ങനെ ഇത് വരുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി ബൈ ദ ഡീപ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി ഡാറ്റ്. അവരാണ് നമുക്ക് കറക്റ്റ്ലി ടൈംലി ആയിട്ടുള്ള എന്ത് തരുന്നത്, ഇൻഫർമേഷൻസ് തരുന്നത്. ഈ സുനാമി എന്ന് പറയുന്നത് ഒത്ത നടുക്ക് കടലിൽ ഇപ്പൊ പാസഞ്ചേഴ്സ് ഇൻ ദ ഷിപ്പിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ സുനാമിയുടെ ഇന്റൻസിറ്റി അത്രക്ക് ഫീൽ ചെയ്യില്ല, എത്രയാണ്, അല്ലെങ്കിൽ അവരത് അധികം അങ്ങോട്ട് എഫക്ട് ചെയ്യാത്ത കാര്യമാണ്. ഈ വേവ്സ് എപ്പോഴാണോ വന്ന് സീഷോറിൽ ടച്ച് ചെയ്യുന്നത് അപ്പോഴത്തേക്കുമാണ് ആ തിരയുടെ ആ ഭാഗത്തുള്ളവർക്കാണ്, സീഷോറിന്റെ ഭാഗത്തുള്ളവർക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക. അല്ലാതെ നടുക്കടലിൽ ഇതിന്റെ എഫക്ട് എന്തായിരിക്കും? കുറവായിരിക്കും. എഗെയിൻ ഇത്
സീഷോറിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇരിക്കും ഈ സുനാമി വേവ്സിന്റെ ക്രസ്റ്റ് ആണോ ട്രഫ് ആണോ വന്ന് ഹിറ്റ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏതാണ് അതിന്റെ നേച്ചർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീഷോറിന്റെ നേച്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്രത്തോളമാണ് അവിടെ സുനാമി വേഴ്സ് ആവാനുള്ള സാധ്യത എന്ന് നമുക്ക് പറയാൻ പറ്റുക. സപ്പോസ് ഇപ്പൊ സുനാമി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹയർ പ്ലെയിനിലേക്ക് മാറുക, ആ തീരത്ത് നിന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും കടൽ ശാന്തമായി എന്ന് വിചാരിക്കും, ഇനി വരില്ല എന്ന് വിചാരിക്കും. ബട്ട് അങ്ങനെ ആയിരിക്കില്ല. സോ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻസിനെ മാത്രം ഫോളോ ചെയ്യുക, അല്ലാതെ നമുക്ക് തോന്നി എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുക. സോ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും എടുത്തോണ്ടിരിക്കുക. നാ എപ്പോഴും നമ്മൾ ഓടാൻ നേരത്ത് സിനിമയിലൊക്കെ കാണിക്കണം, അല്ലെ തേപ്പൊട്ടിയും ഫ്രിഡ്ജും എല്ലാം എടുത്തിട്ട്, അല്ലെങ്കിൽ പൈസയും എല്ലാം എടുത്തിട്ട് ഓടാതെ സ്വന്തം ജീവിതമാണ് ഫസ്റ്റ്, അല്ലെ? സോ സേവ് യുവർ ലൈഫ് ഫസ്റ്റ്, നോട്ട് ദ ബിലോങ്ങിങ്സ്. നമ്മളുടെ ജീവിതം രക്ഷിച്ച് നമുക്ക് കൂടെ നമ്മളുടെ കൂടെ ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അവരെയും രക്ഷിച്ചിട്ട് വേണം രക്ഷപ്പെടാൻ. അല്ലാതെ സാധനങ്ങൾ എന്നുള്ളത് എപ്പോഴും സെക്കൻഡ് പ്രയോറിറ്റി ആക്കുക. സ്വന്തം ജീവിതം വേണം ആദ്യം രക്ഷിക്കാൻ. നൗ ഇഫ് കോട്ട് ഇൻ സുനാമി, സപ്പോസ് ഇത് നമുക്ക് സുനാമി വന്നു എന്നുള്ളൊരു അലേർട്ട് നമുക്ക് കിട്ടി, അതിനുശേഷം നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് ആണ്. സപ്പോസ് നമ്മൾ പെട്ടുപോയി, സുനാമി തിരമാലയിൽ നമ്മൾ പെട്ടുപോയി എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ലാച്ച് ഓൺ ടു സം ഫ്ലോട്ടിംഗ് ഒബ്ജെക്ട് സോ ദാറ്റ് യു ഫ്ലോട്ട്സ് ഓൺ ഇറ്റ്. അത് മുങ്ങി പോകുന്ന ഒരു സാധനത്തിലും നമ്മൾ എന്ത് ചെയ്യുക? കയറി പിടിക്കാതിരിക്കുക. ഫ്ലോട്ട് ചെയ്യുന്ന ഒബ്ജക്ട്സിൽ നമ്മൾ ലാച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്നല്ല, ദർ ഇസ് എ ചാൻസ് ഓഫ് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ സൗണ്ടിന്റെ ഒരു ഫിനോമിനൻ ആയിട്ടുള്ള എക്കോ തൊട്ട് തുടങ്ങി, അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞു തന്നെ, അല്ലെ? സോ എക്കോ എന്തായിരുന്നു? എക്കോ ഇസ് എ ഫിനോമിനൻ ഓഫ് ഹിയറിംഗ് എ സൗണ്ട് ബൈ റിഫ്ലക്ഷൻ ഫ്രം എ സോഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾ ആഫ്റ്റർ ഹിയറിംഗ് ദ ഒറിജിനൽ സൗണ്ട്. ഒറിജിനൽ സൗണ്ട് കേട്ട് 0.1 സെക്കൻഡിന് ശേഷം കേൾക്കുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. അത് ഉണ്ടാവാനുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഫിക്സഡ് ഗ്യാപ്പ് വേണം, അതായത് ടൈം ഡിലേ വേണം, ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, ഓപ്പോസിറ്റ് മീൻസ് സർഫസ് എന്തായിരിക്കണം? ഒബ്സ്റ്റക്കിൾ എത്ര വലുതാണോ അത്രയും നല്ലത്. റിജിഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടായിരിക്കണം, അതൊരു മൗണ്ടെയിനോ ക്ലിഫോ ഹില്ലോ ടോൾ ബിൽഡിങ്സോ എന്തെങ്കിലും ഒരു സർഫസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. പിന്നെ എക്കോ, ഈ പറഞ്ഞ ബിൽഡിങ്സിൽ എക്കോ, റിവർബറേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് എങ്ങനെ ക്ലിയർ ഓഡിബിലിറ്റി കൊണ്ടുവരാം എന്ന് പറയുന്ന ഫീൽഡ് ഓഫ് സയൻസിനെയാണ് അക്വിസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പഠിച്ചു. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, കർട്ടൻസ് യൂസ് ചെയ്യുക, ഓപ്പൺ വിൻഡോസ് വെക്കുക, സൗണ്ട് അബ്സോർബന്റ് മെറ്റീരിയൽസ് വെക്കുക, ഇങ്ങനത്തെ കുറെ മെത്തേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിബിലിറ്റി കൂട്ടാൻ പറ്റും. അതേപോലെ സൗണ്ട് വിത്ത് ഫ്രീക്വൻസി, പിന്നെ നമ്മൾ പഠിച്ച കാര്യം നമ്മളുടെ ഓഡിബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ്. സോ ഈ ഫ്രീക്വൻസിയിൽ ഇടയിലുള്ളത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് മുകളിലുള്ള, അതായത് 20 കിലോ ഹെർട്സിന് മുകളിലുള്ള സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. Now, ഈ പറഞ്ഞ അൾട്രാസോണിക് സൗണ്ട്സിന് കുറെ അധികം ആപ്ലിക്കേഷൻസ് പഠിച്ചു. ക്ലീനിങ് പർപ്പസിന് സ്പൈറൽ പോലെയുള്ളത് അത് ക്ലീൻ ചെയ്യാൻ, പിന്നെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് മീൻസ് കോമ്പണൻസ് ക്ലീൻ ചെയ്യാൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യും. ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുക, അൾട്രാസോണിക് വേവ്സ് അതിൽ കൂടെ കടത്തി വിടുക, അതിന്റെ ഫ്രീക്വൻസി കൂടുതലായിരുന്നു ആ വൈബ്രേഷൻ കൊണ്ടിട്ട് അത് ക്ലീൻ ചെയ്ത് പോകും. പിന്നെ നമ്മൾ പഠിച്ചതാണ് എക്കോ കാർഡിയോഗ്രഫി, അല്ലെ? ഹാർട്ടിന്റെ ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ട് അൾട്രാസോണോഗ്രഫി അതിനകത്ത് പഠിച്ചു. പിന്നെ കിഡ്നി സ്റ്റോൺസ് ക്രഷ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച മെറ്റൽ ബ്ലോക്സിലെ ക്രാക്സ് മാറ്റാൻ, ക്രാക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും, ഇപ്പുറത്തൊരു ഡിറ്റക്ടർ വെക്കും. പക്ഷെ ഡിറ്റക്ടർ ഇത് ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ കടത്തിവിട്ട വേവ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് പുറകെ വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്രാക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതാണ് സോനാർ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അതും ഷിപ്സിലൊക്കെയാണ് ഡിസ്റ്റൻസ്, സ്പീഡ്, അതിന്റെ ഡെപ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സോണാർ എന്ന് പറയുന്നത്. സെയിം പ്രോസസ്സാണ്, ട്രാൻസ്മിറ്ററും ഉണ്ട് ഡിറ്റക്ടറും ഉണ്ട്. ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്ത് അത് ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ളത് വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് സോണാറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ച രണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ട്, എർത്ത് ക്വേക്സും സുനാമിയും. എർത്ത് ക്വേക്സും വോൾക്കാനിക് എറപ്ഷൻസ് ഇങ്ങനത്തെ അത് കാരണം ഉണ്ടാകുന്ന വേവ്സിനെയാണ് ആക്ച്വലി സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. ഈ സീസ്മിക് വേവ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രത്തോളമാണ്
ഇതിന്റെ ഇന്റൻസിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എർത്ത് ക്വേക്സിന്റെ അല്ലെ. ആ സ്റ്റഡിയുടെ പറയുന്ന പേരാണ് സീസ്മോളജി എന്ന് പറയുന്നത്. ഇതിന്റെ എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി സുനാമി എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. സുനാമി ഈസ് എ സീരീസ് ഓഫ് gigantic waves in a water body caused by the displacement of large volume of water in the deep region near the seabed. അപ്പോഴും സുനാമി ശ്രദ്ധിക്കുക, ഒരു ഷിപ്പ് നടക്കുക, ഡീപ് സീലുള്ള ഷിപ്പിലെ പാസഞ്ചേഴ്സിന് സുനാമി എഫക്ട് ചെയ്യണം എന്നില്ല. ആൻഡ് സുനാമിയുടെ ഇന്റൻസിറ്റി സീഷോറിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ദ പാർട്ട് വിച്ച് ഇസ് ഹിറ്റിംഗ് ദ സീഷോർ, ക്രസ്റ്റ് ആണോ ട്രഫ് ആണോ എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമുക്ക് എർത്ത് ക്വേക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവും സുനാമിയുടെ സാധ്യത കൂടുതലുമാണ്. വൈ? ബിക്കോസ് നമുക്ക് കോസ്റ്റൽ റീജിയൻസ് എന്താണ് കൂടുതലായതുകൊണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ടു യു ഓൾ. താങ്ക് യു. Manorama Horizon, learning made simple.